ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. എന്തെല്ലാമാണ് ഇന്നത്തെ എനർജീസ്, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാണുന്നത് ജസ്റ്റിസ് ആണ്. അപ്പോൾ ഇന്നൊരു നീതി നടപ്പിലാവലിൻ്റെ ദിവസമാണെന്നാണ് കാണുന്നത്. അപ്പം നമുക്ക് എന്ത് നീതിയാണെന്നൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് വായിക്കാം. നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്, 2 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, 5 ഓഫ് സോഡ്സ് ഉണ്ട്, ഓക്കെ, 8 ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് വാണ്ട്സ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, ദ വേൾഡ്, 3 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് എംബറാണ് വന്നിട്ടുള്ളത്. ബോട്ടം ഡെക്ക് ഡെവിളാണ് കേട്ടോ, ബോട്ടം ഡെവിളാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി തോന്നുക, ദേഷ്യം തോന്നുക ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങളോടും ക്രേവിങ്സ് തോന്നാൻ സാധ്യതയുണ്ട്, പല കാര്യങ്ങളോടും ഒബ്സഷൻ തോന്നാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങളോടും ഒബ്സഷൻ ഇൻ ദ സെൻസ് വല്ലാത്ത അഡിക്ഷൻ തോന്നുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാർഡ് ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നീതി നിഷേധം നടന്നിട്ടുള്ള ആളുകളാണ് എങ്കിൽ ഇന്നൊരു നീതി നടപ്പിലാകാൻ സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ കേസുകൾ, ഒരു നിങ്ങളെവിടെയെങ്കിലും കേസ് ഫയൽ ചെയ്തിട്ടുള്ളവരോ ഒക്കെ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നീതി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ജസ്റ്റിസ്, നീതി നടപ്പിലാവാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ജസ്റ്റിസ് കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോടതിയിൽ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് അതിൻ്റെ ഫലം വരികയോ അല്ലെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഇപ്പം വേർഡിക്റ്റ് ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം, അത് ഇപ്പം പണമാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലൊക്കെ വന്ന് കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ് ജസ്റ്റിസ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ അർഹിക്കുന്നത് അതിൻ്റെ ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത്. ദെൻ നൈറ്റ് ഓഫ് കപ്സ്, നിങ്ങൾക്കാണത് കിട്ടുന്നത്, നിങ്ങൾക്കാണ് നീതി ലഭിക്കുന്നതായിട്ട് കാണുന്നത്. അതുപോലെ ആ ജസ്റ്റിസ് നിങ്ങളിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരാളെ കാത്തിരിക്കുന്നവരാണെങ്കിൽ അവരിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഓഫറോ കിട്ടാൻ സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേഷൻ, മോസ്റ്റ്ലി കമ്മ്യൂണിക്കേഷനാണ്. അല്ലെന്നുണ്ടെങ്കിൽ അയാൾ തന്നെ നേരിട്ട് നിങ്ങളോട്, അയാൾക്ക് നിങ്ങളോടുള്ളൊരു ഇൻറ്റിമസി നിങ്ങളോട് പറയാൻ സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് കപ്സ്. അല്ലാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഓഫർ മീൻസ് നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ സമ്മാനമായിട്ട് എന്തെങ്കിലും, മേ ബി ഒരു ജോബ് ഓഫർ ആയിരിക്കാം, നിങ്ങൾ പണമാണ് കാത്തിരിക്കുന്നതെങ്കിൽ പണമായിരിക്കാം, അതല്ല നിങ്ങൾ മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പോ ഒരു സർപ്രൈസോ ഒരു ഗിഫ്റ്റോ ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളിലേക്കൊരു നീതി നടപ്പിലാവുന്നു, നിങ്ങൾക്കത് കിട്ടുമെന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് നീതിയാണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. ദെൻ 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ചിലർക്ക് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് വരാൻ സാധ്യതയുണ്ട്, ഒന്നിലധികം പോസിബിലിറ്റീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. തീരുമാനം എടുക്കുന്ന സമയത്ത് ഒരു സമയത്ത് വേണമെന്നും അടുത്ത സമയത്ത് മാറി നമുക്കിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കുറച്ചെത്താനായിട്ട് പറ്റുന്നില്ല. അതാണ് 2 ഓഫ് പെൻറ്റക്കിൾസ്. ചിലപ്പം ഫൈനാൻസിൻ്റെ കാര്യമാണ്, പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റിരിക്കുന്ന ആളുകളാണെങ്കിൽ തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പണം ഓഫർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പണം ആവശ്യമാണെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പണം ആവശ്യമായി വരാനും സാധ്യതയുണ്ട്. എന്ത് കാര്യമാണെങ്കിലും ഇന്ന് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രയോറിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, അത് വേണോ ഇത് വേണോ, അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്നൊരു കൺഫ്യൂഷനിലെത്താൻ സാധ്യതയുണ്ട്. ദെൻ 5 ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളെ മറ്റുള്ളവരെ മുതലാക്കുക, അതായത് നമ്മളെ ഉപയോഗിച്ച് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക, അതിൻ്റെ ഫലം മറ്റൊരാൾ അനുഭവിക്കുക. അതാണ് ഈ 5 ഓഫ് സോഡ്സ് പറയുന്നത്. നമ്മളെ ഓവറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഓവറായിട്ട് നമ്മുടെ എനർജി യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫലം മറ്റുള്ളവർ അനുഭവിക്കുന്നതാണ് ഈ 5 ഓഫ് സോഡ്സ്. എന്ത് വില കൊടുത്ത് നേടുക, സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എന്ത് പണിയും ചെയ്യുന്ന ആളുകളുടെ ഇടയിലേക്ക് ചിലപ്പോൾ പോയി കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ സൂക്ഷിച്ച് നിൽക്കണം. കാരണം നിങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് പിന്നിൽ അവരെന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത്. അപ്പോൾ ഗോസ്റ്റ് മോങ്കേഴ്സിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയില്ല അവർ നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ മോശം പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മളെ ബലിയാടാക്കുക, നമ്മുടെ മുമ്പിൽ നിന്ന് ചിരിച്ചിട്ട് അപ്പുറത്ത് നിന്ന് നമ്മളെ കുറ്റം പറയുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകാൻ
സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആളുകളുടെ ഇടയിലേക്കൊക്കെ ചെന്ന് കയറി കൊടുക്കാതിരിക്കണം കേട്ടോ. ദെൻ 8 ഓഫ് പെൻറ്റക്കിൾസ് ഓവർ വർക്ക് ചെയ്യേണ്ടി വരുമെന്നാണ്. എന്നും ചെയ്യുന്നതിൽ കൂടുതൽ സമയം ജോലി ചെയ്യുക, എന്നും ഇടുന്നതിൽ കൂടുതൽ എഫേർട്ട് ഇടുക എന്നാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു മെച്ചം, കൂടുതൽ ജോലി ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ഏർണിംഗ് കിട്ടും, കൂടുതൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ പണം കിട്ടാൻ സാധ്യതയുണ്ട്. കൂടുതൽ വർക്ക് ചെയ്യുക, കൂടുതൽ പണം നേടുക, കൂടുതൽ സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എടുക്കുന്ന എഫേർട്ട് എന്ത് തന്നെയായാലും അത് നിങ്ങൾ കൂടുതൽ എന്നും ചെയ്യുന്നതിൽ കൂടുതലായിട്ട് അവിടെ എഫേർട്ട് ഇടേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ ഏസ് ഓഫ് വാൺസ് ആണ്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കമാണ്, ഒരു കാർമിക് സൈക്കിൾ ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പുതിയ ജോബ്, ഇന്ന് പുതിയ ജോലിക്ക് കയറുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു തുടക്കം, അത് പുതിയതായിട്ട് ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ജോലിക്ക് കയറുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഏസ് ഓഫ് വാൺസ് പറയുന്നത്. ഓക്കെ, ദെൻ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഫാമിലി കാർഡാണ്. ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഫാമിലിയുമായി ബന്ധപ്പെട്ട് പണം കിട്ടാനും പണം സ്പെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുപോലെ EMIs ഒക്കെ അടയ്ക്കാനുള്ളവർ കൃത്യമായിട്ട് EMIs ഒക്കെ അടയ്ക്കണം. ഇന്ന് അതിൻ്റെയൊക്കെ ഒരു കാർഡാണ് ഈ 10 ഓഫ് പെൻറ്റക്കിൾസ്. നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ അബണ്ടൻ്റ് ആകുമെന്നുമുണ്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യലി നമ്മൾ ബേർഡൻ്റ് ആകുമെന്നുമുണ്ട്. നമുക്ക് ബാധ്യതകളുള്ളത് അടയ്ക്കുക എന്നുമുണ്ട്, നമുക്ക് പലയിടത്തുനിന്നും പണം വന്ന് കിട്ടുക എന്നുമുണ്ട്. അതുപോലെ ഫാമിലിയിൽ ചെറിയ മുറിമുറുപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പുകൾക്കുള്ളിൽ മറ്റുള്ളവരുടെ സ്വാധീനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിനകത്തൊക്കെ മുതിർന്ന മറ്റാളുകളുടെ ഒരു സാന്നിധ്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഫാമിലിയോടൊപ്പം കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാനായിട്ടും സാധ്യതയുണ്ട്. വീടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. ദെൻ വേൾഡ് കാർഡാണ്. വിദേശത്ത് നിന്ന് നാട്ടിലേക്കോ നാട്ടിൽ നിന്ന് വിദേശത്തേക്കോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നൊരു പ്രതീക്ഷയായിരിക്കാം. നിങ്ങൾക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ പ്രോസസ്സിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നതാവാം. അങ്ങനെയുള്ള എനർജീസ് കാണുന്നുണ്ട്. വേൾഡ് കാർഡാണ്. അതുപോലെ നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡായി പോകുന്നതായിട്ടും സക്സസ് ആൻഡ് കംപ്ലീഷനാണ്. സക്സസ്ഫുൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി സക്സസ്ഫുൾ ആവുന്നതായിട്ടും കംപ്ലീഷൻ ആവുന്നതായിട്ടും കാണുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ഡാൻസിങ് ലേഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് സന്തോഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ വിദേശത്തേക്കോ വിദേശത്തു നിന്ന് നാട്ടിലേക്കോ യാത്ര ചെയ്യുന്നവർക്ക് എയർ ട്രാവലിനുള്ളൊരു സാഹചര്യമുള്ളതായിട്ടാണ് വേൾഡ് കാർഡ് പറയുന്നത്. ദെൻ 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങൾ ഇന്ന് ആരിൽ നിന്നെങ്കിലും ഒരു ഗൈഡൻസ് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആളിൽ നിന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നെക്സ്റ്റ് ലെവൽ പഠിക്കാനായിട്ട് തീരുമാനിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹയർ സ്റ്റഡീസിനുള്ള എന്തെങ്കിലും പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നതോ ആയിരിക്കാം. പുതിയൊരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ചേരുന്നതായിരിക്കാം. പുതിയൊരു ഗുരുവിനെ കണ്ടെത്തുന്നതായിരിക്കാം. ഇതൊക്കെയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പിന്നെ ഇത് നിങ്ങൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക, കൊളാബറേഷൻ, ടീം വർക്കിൽ കൊളാബറേഷൻ ഉണ്ടാവുക, ഇതൊക്കെയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. കൂട്ടുകൂടി ജോലി ചെയ്യുന്നതിനെക്കുറിച്ചാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ പണിയെടുത്ത് പണം നേടുക, ജോലി ചെയ്ത് പണം ഉണ്ടാക്കുക എന്നുള്ളൊരു എനർജിയും കൂടിയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. ഒരു പുതിയ സ്കില്ല് നിങ്ങൾ പഠിക്കുക എന്നാണ്, ഒരു പുതിയ കാര്യം നിങ്ങൾ പഠിക്കാൻ പോകുന്നു എന്നുള്ളതാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. ലാസ്റ്റ് കാർഡ് എംബററാണ്. അപ്പോൾ ഒരുതരം ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, കൺട്രോളിങ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ആയിരിക്കാം, നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിന്ന് ഫേസ് ചെയ്യേണ്ടി വരുന്ന വ്യക്തിയായിരിക്കാം. അങ്ങനെ ഒരാളുമായിട്ട് ചിലപ്പോൾ നിങ്ങളിന്ന് മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എംബറർ എന്ന് പറയുമ്പോഴത്തേക്ക് യൂണിഫോം ജോബ്സിലുള്ള ആരെങ്കിലും ആയിരിക്കാം, പോലീസ്, അങ്ങനെയുള്ള യൂണിഫോം ജോബ്സ് ആയിരിക്കാം, പട്ടാളമായിരിക്കാം, കോടതി ആയിരിക്കാം, അങ്ങനെയുള്ള ഏതെങ്കിലും യൂണിഫോം ജോബ്സിലുള്ള ആളുകളുമായിട്ട് എൻകൗണ്ടർ ആയിരിക്കാം, അങ്ങനെയുള്ള ഒഫീഷ്യൽസുമായിട്ടുള്ള മീറ്റിംഗ് ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരുതരം ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക, കുറച്ച് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകളുമായിട്ട് മീറ്റ് ചെയ്യുക, അവരുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, അങ്ങനെയൊക്കെയാണ്. അതുപോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബലം പിടിക്കുകയും ചെയ്യുക. അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് എംബറർ എനർജി പറയുന്നത്. ഈ ജോലിയിലും പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പ്രൊമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. മിക്കവാറും ഒരു മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വിജയിക്കാനായിട്ട് പറ്റും. അവിടെ നിങ്ങൾ ആദരിക്കപ്പെടും. അതായത് നിങ്ങളാണ് റൂളിംഗ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിന്ന് ഏത് കോമ്പറ്റീഷൻ മേഖലയിൽ പോയിപ്പെട്ടാലും നിങ്ങളാണ് ഇന്നത്തെ റൂളിംഗ് പവർ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വിജയിക്കാനായിട്ട് പറ്റുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ ഇന്ന് കുറച്ച് ഈഗോ ഉള്ള ആളാണ്. അപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഈഗോ ഹേർട്ടാകുമ്പോൾ നമ്മൾ അല്ലാതെ റൈസായി സംസാരിക്കുക, കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനൊക്കെ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത്. ബോട്ടം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡെവിൾ കാർഡാണ്.
അപ്പോൾ ഡബിൾ എനർജി നമ്മളിലും ഉണ്ടാവും, മറ്റുള്ളവരിലും ഉണ്ടാവും. അതുകൊണ്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഓക്കെ. പിന്നെ ചില കാര്യങ്ങളോട് ഒബ്സഷൻ തോന്നുക. നമ്മൾ ഡ്രഗ് അഡിക്റ്റ് ആണെങ്കിൽ ഡ്രഗ്സ്, ഇൻടോക്സിക്കേഷൻ എന്ത് തന്നെയായാലും അതിനോട് വല്ലാത്ത അഭിനിവേശം തോന്നുക, ഒബ്സഷൻ തോന്നുക എന്നൊക്കെയാണ് ഡബിൾ എനർജി പറയുന്നത്. അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള റിലേഷൻഷിപ്പ് ഉള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടി ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് വിസിബിളായിട്ട് നിങ്ങളുടെ തേർഡ് പാർട്ടി ഇന്ന് കാണാനായിട്ട് സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ. ഈ കുറേ ആളുകളെ നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് റീഡിങ്ങിന് വരാറുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് വരുന്ന ആളുകൾ നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് തന്നെ വരാറുണ്ട്. അപ്പോൾ നെഗറ്റീവ് എനർജി ഉള്ള ആളുകൾക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ട്, നിങ്ങൾക്ക് എതിരെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് സംശയമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് വിസിബിളായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു എനർജി നിങ്ങളുടെ ബോഡിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വിസിബിളാകാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.